ഇവിടെ കാണുന്ന ഹങ്ക്, കുറേ പേര് കയ്യിൽ ഹങ്ക് ഇഷ്ടമുള്ളവരുണ്ട്, കുറവാണ് എങ്കിൽ കൂടിയും ഹങ്ക് ഓടിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ്. കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു കാര്യമാണ് യൂണിക്കോണിൻ്റെ എൻജിൻ തന്നെയാണ് ഹങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ ഒരു അത്യാവശ്യ കേസ് വന്നിട്ടുണ്ട്, ഹങ്ക് കൊടുക്കാനുള്ളതാണ്. 2010 മോഡലാണ് വണ്ടി. നിലവിൽ 2029 വരെ ഫിറ്റ്നസ് ഉള്ളൊരു വണ്ടിയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇനി വണ്ടീൻ്റെ പെയിൻറ്റിങ് ടെസ്റ്റ് കഴിഞ്ഞ കൊല്ലം ചെയ്തത് കൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രത്യേക അലമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഗ്രാബ്രൈലിൻ്റെ അവിടെ ചെറുതായിട്ട് പെയിൻറ്റ് പോയിൻ്റ് എന്നെങ്ങാനും പറയേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് കഴുകുകയോ മറ്റേ പോളിഷ് ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റേതായൊരു കുറവും കൂടുതലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കളറുണ്ട് ഇടാം. അതുപോലെ തന്നെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിപ്പോൾ എങ്ങനെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇനി ടയർ കണ്ടീഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ടയർ മോശമാണ്, മാറ്റുന്നതാണ് നിങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും നല്ലത്. ബാക്കിൽ തൽക്കാലം ഓടിച്ചുകൊണ്ട് കിടക്കുന്ന പറയാൻ പറ്റുള്ളൂ, ഒരു 30-40 അതിൽ കൂടുതലില്ല. എങ്കിലും ടയറൊക്കെ ഒന്ന് സെറ്റാക്കുന്നതായിരിക്കും ബുദ്ധി. ഈ കഴുകാത്തത് കൊണ്ട് തന്നെ അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ അലമ്പ് പോലെ ഉണ്ട്. കഴുകി എടുക്കുകയാണെങ്കിൽ കുട്ടപ്പനായിട്ട് കൊണ്ട് നടക്കാം നിങ്ങൾക്ക്. ഇതാണ് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഉള്ള സംഭവം. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, 2 അലോയ് വീലുകൾ, അത്യാവശ്യം സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗം ഇത് പുതിയതാണ്, സീറ്റ് കവർ പുതിയത് അടിച്ചിട്ടിട്ടുണ്ട്. ടാങ്കിൻ്റെ മുകളിലൊരു കവറുണ്ട്. ഇത് നീക്കി നോക്കിയാലും അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ചിട്ടാണ്. ബാറ്ററി മാറ്റിയിട്ട് ഇപ്പോൾ 6 മാസമായിട്ടുള്ളതെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ചെയിൻ കവർ കാര്യങ്ങളൊക്കെ അഴുക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ട് സ്ക്രാച്ചോ പൊട്ടലോ ചെയ്തില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലമല്ലേ ടെസ്റ്റ് നടത്തിയിട്ടായിട്ടുള്ളൂ. അപ്പോൾ 4 കൊല്ലത്തേക്ക് പേപ്പറുള്ള ഒരു ബൈക്ക് ഒരു മാന്യമായ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ലഭിക്കും. നിലവിൽ 76,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളതായിട്ട് സെല്ലർ അവകാശപ്പെടുന്നത്. തേർഡ് ഓണറായിട്ടുള്ള ഈ വാഹനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ മഞ്ഞ ബോക്സിൻ്റെ ഉള്ളിൽ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മറ്റേ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സംഭവം വേണ്ട, രസമായിട്ടിരിക്കുന്നു. ഈ ഒറ്റ സംഭവമുള്ള ബാക്കിലേക്കുള്ള സംഭവങ്ങളില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എന്നിട്ട് പറയുക അങ്ങനത്തെ ഒരു സ്റ്റൈലായിട്ടുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് പണികൾ ആൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാൽവ്, അതിൻ്റെ ക്രാങ്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരു 10,000-7,000 വരെ പണി ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുള്ള, ഇപ്പം നിലവിൽ കഴിഞ്ഞ് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബൈക്ക് നിങ്ങൾക്ക് ആൾ പറയുന്നത് നിങ്ങൾ ഓടിച്ച് നോക്കിയാൽ ഉറപ്പ് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അത്രയും നല്ല പവർഫുള്ളായിട്ട് നല്ല രസമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിതൊന്ന് റേസ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. സ്റ്റാർട്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടാ. പിന്നെ ഇൻഡിക്കേറ്റർ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യില്ലേ ഇട്ടേ ഇൻഡിക്കേറ്റർ ഇവിടുത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കൊക്കെ വർക്ക് ചെയ്യില്ലേ? ബാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് ആയാലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എഞ്ചിൻ സ്റ്റാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ലോ റേസിങ്ങിലാണ്. ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ റേസ് ചെയ്ത് കേൾപ്പിച്ചു. വേറെ പുകയോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുമോ? പിന്നെ ഇത് കരി മാത്രമേ ഉള്ളൂ. കരി മാത്രമേ ഉള്ളൂ, മറ്റേ ഓയിലല്ല കേട്ടോ. മറ്റേ ഞാനിത് ചെക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിലല്ല, കരി മാത്രമാണ് ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ എഞ്ചിൻ്റേതായ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നിലവിൽ ആളിപ്പോൾ ഒരു 17,000 വരെ പണി കഴിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും വർക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹങ്ക് നോക്കണവരുണ്ടെങ്കിൽ ഇതിന് വില പറയുന്നത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ട്. അത് കഴിയെ പിടിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാമെന്നാണ് പറയണത്. അതായത് ഈ വണ്ടി എടുക്കാമെന്ന് നമ്മൾ കറക്റ്റ് നോക്കാനും പറ്റില്ല. പരിവാഹനിൽ അടിച്ചപ്പോൾ അത് ഓപ്പൺ ആവണമില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പൊല്യൂഷൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് 26,000 രൂപയാണ്. ചെറിയ രീതിയിലൊക്കെ വില പേശലിന് വിധേയപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്ത് തന്നെയായാലും പറയാൻ മടിക്കേണ്ട. അതുപോലെ തന്നെ ഹങ്ക് നോക്കണ കൂട്ടുകാർ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണല്ലോ. നിങ്ങൾക്ക് ചിലവർക്ക് ഇങ്ങനെ ഓടിച്ച് പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു 10-25 രൂപ 26 രൂപ റേഞ്ചിലൊക്കെ ബൈക്ക് നോക്കുന്നവർക്ക് ഒരു എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്ന് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട.
പിന്നെ എഞ്ചിൻ പണീനെ കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനത്തെ യാതൊരു പണിയും നിലവിൽ ഇല്ല. പിന്നെ എന്നെ കൊണ്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഓയിലിൻ്റെ കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതൊന്നും കാണാനില്ല. പുകയുണ്ടോ, ഓയിൽ കത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതെന്തായാലും ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ്. നിങ്ങൾ വിളിച്ചതിന് ശേഷം മാത്രം കാണാനായിട്ട് വരിക. കാണാൻ വരുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് കയ്യിൽ പിടിക്കാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ വണ്ടി പേരിലേക്ക് മാറ്റാനായിട്ട് ഫീസ് അടച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് വണ്ടി തന്നേക്കുള്ളൂ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിട്ട് പറഞ്ഞോളൂ. പിന്നെ മിക്ക വണ്ടിയുടെ വീഡിയോയുടെ ഇടയിലൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഫേസ്ബുക്കിലായാലും മറ്റുള്ളതിലായാലും കമൻറ്റ് ചെയ്യുന്നത് മലപ്പുറത്തേക്ക് ഡെലിവറി ഉണ്ടോ അല്ലെങ്കിൽ കാസർഗോഡ് ഡെലിവറി ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ സംസാരിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നൊരു കാറ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ അത് ആൾ കൊണ്ടു കൊടുത്തു. അപ്പോൾ എല്ലാവരും അങ്ങനെ കൊണ്ടു കൊടുക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ അവർ കൊണ്ടുവന്ന് തരുമായിരിക്കും. ഇപ്പോൾ അവിടേക്ക് പോരാനുള്ള പെട്രോളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ നിങ്ങൾ സംസാരിച്ച് ഡീലായാൽ ചിലപ്പോൾ ഒരു പക്ഷേ അകലം വഴിക്കൊക്കെ കൊണ്ടുവന്ന് തരാൻ സാധ്യത ഉണ്ടാവാം. പക്ഷേ വാഹനം കണ്ട് നോക്കി അതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതെപ്പോഴും നിങ്ങൾ ചെയ്യണം. പിന്നെ പേര് മാറ്റാനായിട്ട് ഫീസ് അടയ്ക്കാണ്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്ന് തരില്ലല്ലോ. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ഓർത്തോളൂ. അതാണ് ഈ കൊണ്ടുവന്ന് തരുന്നതിൻ്റെ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനായിരിക്കുമ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരാളെ പണിക്കാശ് കൊടുത്തയക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ വല്ലവരും കൊണ്ടുവന്ന് തരികയും. പക്ഷേ വണ്ടി നോക്കി പരിശോധിച്ച് നോക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ആണോ, ഓക്കെ ആണോ, വേറെ പണികളും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഉറപ്പ് വരുത്തേണ്ടത്. ഇതൊന്നും ഉറപ്പ് വരുത്താതെ വണ്ടി മേടിക്കുന്നതിൽ എനിക്ക് യാതൊരു എന്താ പറയുക ഒരു താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് വാഹനം വാങ്ങേണ്ടത്. കാരണം എൻ്റേതായിട്ടുള്ള ഒരു റിസ്ക്കുമേ അല്ലെങ്കിൽ എൻ്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് വാഹനം മേടിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായ രീതിയല്ല. ചിലരൊക്കെ മിക്ക വണ്ടികൾക്ക് അഡ്വാൻസൊക്കെ കൊടുത്ത് വണ്ടി ഒന്നും നോക്കാണ്ടൊക്കെ വാങ്ങുന്നുണ്ട്. അത് ഞാൻ വണ്ടി മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളുടേതായ ഒരു നോട്ടവും സുരക്ഷിതത്വവും ഉറപ്പ് വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ ഒരു ബാധ്യതയാണല്ലോ. അത് നിങ്ങൾ ചെയ്യാണ്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു വിഷമം വരുന്നുള്ളൂ. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. 26,000 രൂപയാണ് ആൾ ആവശ്യപ്പെടുന്നത്. ചെറിയ രീതിയിൽ വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ആൾ എന്തായാലും ചെയ്യും. അപ്പോൾ ഒരു ഹങ്ക് താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും. ടയറിൻ്റെ കേസുകൾ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത്. ബാക്കി അലോയ് ഡിസ്ക് ബ്രേക്ക്, സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു വാഹനമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാനായിരുന്നു നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് വിളിക്കേണ്ടത്. പരമാവധി മെസ്സേജ് അയക്കുകയാണ് കൂടുതൽ നന്നാവുക. വിളിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റുന്ന വരില്ല. പക്ഷേ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിപ്ലൈ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വിളിച്ചാൽ തന്നെ ആയാലും ഞാൻ വൈകിട്ട് എപ്പോഴെങ്കിലും തിരിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് വണ്ടിയുടെ ആവശ്യം, ഈ വാഹനത്തിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ഈ സ്ക്രീനിൽ ഈ മഞ്ഞ ബോക്സിനുള്ളിൽ കാണുന്ന വാഹനം നമ്പർ ഉണ്ടല്ലോ, ഈ മഞ്ഞ ബോക്സിനുള്ളിൽ ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് എന്ന കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. കാരണം അതൊക്കെ നമ്മുടെ ഈ ചാനലിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് അഭികാമ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ. പിന്നെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ്. മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷവുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.